ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്രോസ്കോപ്പിനെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത്. മൈക്രോസ്കോപ്പ് എന്താണ്, അതിന്റെ ഭാഗങ്ങൾ ഇതൊക്കെയാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കാൻ പോകുന്നത് മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് എ മൈക്രോസ്കോപ്പ്. എന്താണ് മാഗ്നിഫിക്കേഷൻ പവർ? മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് എ മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഐപീസും പഠിച്ചു, ഒബ്ജക്റ്റീവ് ലെൻസും പഠിച്ചു. ഐപീസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? മൈക്രോസ്കോപ്പിന്റെ ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന ലെൻസിനെയാണ് ഐപീസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസ് പഠിച്ചായിരുന്നു. ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒബ്സർവ്ഡ് മെറ്റീരിയലിന് അതിന്റെ ഫോക്കസ് ചെയ്ത് അതിന്റെ ഇമേജിനെ ഐപീസിന്റെ സർഫസിലേക്ക് കൊടുക്കുന്നതാണ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്നും പഠിച്ചു. അപ്പൊ നോക്കാം, ഇവിടെ നമുക്ക് ഈ രണ്ട് ലെൻസുകളുണ്ട്, ഐപീസും ഉണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്. ഇവിടെ നോക്കാം, ഇത് ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഇതിനകത്ത് 10x എന്ന് നമുക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഇവിടെ നമ്മള് വേറെ ഒബ്ജക്റ്റീവ് ലെൻസ് നോക്കുകയാണെങ്കിൽ അതിൽ 45x എന്ന് നോക്കുകയാണെങ്കിൽ ഐപീസിലും അതുപോലെ ഇതുപോലൊരു മാഗ്നിഫിക്കേഷൻ പവർ കാണാം 10x. നോക്കാം, ഈ മൈക്രോസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ് ലെൻസിലും അതുപോലെ ഐപീസിലും അതിന്റെ മാഗ്നിഫിക്കേഷൻ പവർ. എന്താണ് മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു മൈക്രോസ്കോപ്പിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്താണ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ, is an instrument used to magnify objects. ഒബ്ജക്ട്സിനെ മാഗ്നിഫൈ ചെയ്ത് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. മാഗ്നിഫൈ ചെയ്യുന്ന വെച്ചാൽ എന്താണ്? വലുതാക്കി കാണിക്കാം. അപ്പൊ നോക്കാം, ഇവിടെ ഐപീസിന്റെ മാഗ്നിഫിക്കേഷൻ പവർ, അതായത് ഈ ഐപീസ് എന്ന് പറയുന്നത് ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന ലെൻസ്, മൈക്രോസ്കോപ്പിന്റെ ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന ലെൻസിന് അതിൽ ആ മാഗ്നിഫിക്കേഷൻ പവർ മാർക്ക് ചെയ്തിരിക്കുന്നത് 10x എന്നാണ്. ഐപീസിന്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് 10x. എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത് വെച്ചാല്, ഐപീസ് അവിടെ കിട്ടുന്ന ഇമേജിനെ, അതായത് ഒബ്ജക്റ്റീവ് ലെൻസ് ഫോം ചെയ്ത ഇമേജ് ഐപീസിന്റെ സർഫസിലേക്ക് കിട്ടുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആ കിട്ടുന്ന ഒബ്ജക്ട് ഇമേജിനെ വീണ്ടും എന്താണ് ഐപീസ് മാഗ്നിഫൈ ചെയ്ത് കാണിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ 10x എന്ന് പറയുന്നത് അവിടെ കിട്ടിയ ആ സർഫസിൽ കിട്ടിയ ഇമേജിനെ വീണ്ടും 10 ടൈംസ് അതിനെ മാഗ്നിഫൈ ചെയ്ത് കാണിക്കുന്നു. 10x എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് 10 ടൈംസ് അതിനെ മാഗ്നിഫൈ ചെയ്ത് കാണിക്കുന്നു. അപ്പോ ഈ അടുത്ത ഒബ്ജക്റ്റീവ് ലെൻസ് നോക്കാം. ഈ ഒബ്ജക്റ്റീവ് ലെൻസിൽ നമ്മൾ നേരത്തെ കാണിച്ചു. ഈ ഒബ്ജക്റ്റീവ് ലെൻസിലും ഇവിടെ എന്തെന്നാണ് അതിന്റെ മാഗ്നിഫിക്കേഷൻ പവർ, അതായത് നമ്മുടെ ഒബ്സർവ്ഡ് മെറ്റീരിയലിനെ അത് 10 ടൈംസ് മാഗ്നിഫൈ ചെയ്ത് കാണിക്കുന്നു. ഒബ്സർവ്ഡ് മെറ്റീരിയൽ, ആ ഒബ്സർവ്ഡ് മെറ്റീരിയലിനെ ഈ ഒബ്ജക്റ്റീവ് ലെൻസ് 10 ടൈംസ് മാഗ്നിഫൈ ചെയ്ത് കാണിക്കുന്നു. ഇത് 10 ടൈംസ് മാത്രമല്ല, നമ്മൾ നേരത്തെ കാണിച്ചു. അടുത്ത വേറൊരു ഒബ്ജക്റ്റീവ് ലെൻസ് ആയപ്പോഴത്തേക്ക് അതിന്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് 45x ആണ്. ആ 45x എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്താണ്? ആ ഒബ്സർവ്ഡ് മെറ്റീരിയലിനെ 45 ടൈംസ് മാഗ്നിഫൈ ചെയ്യുന്നു. അപ്പൊ നോക്കാം, നമ്മള് മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ പവർ അല്ലെങ്കിൽ ആവർത്തന ശേഷി എന്ന് പറയുന്നത്, ഈ മൈക്രോസ്കോപ്പില് രണ്ട് ലെൻസുകളുണ്ട്, ഐപീസും ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്. ആ ഐപീസിലും ഒബ്ജക്റ്റീവ് ലെൻസിലും അതിന്റെ മാഗ്നിഫിക്കേഷൻ പവറുകൾ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ നോക്കാം, ഇനി മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് എ മൈക്രോസ്കോപ്പ്. ഒരു മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ മാഗ്നിഫിക്കേഷൻ പവേഴ്സ് ഓഫ് ഐപീസ് ആൻഡ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഒരു മൈക്രോസ്കോപ്പിലെ ഐപീസിന്റെയും ഒബ്ജക്റ്റീവ് ലെൻസിന്റെയും മാഗ്നിഫിക്കേഷൻ പവറുകളുടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ്. അപ്പോൾ നോക്കാം, ഇവിടെ
ഒരു മൈക്രോസ്കോപ്പിലെ ഐ പീസിന്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് 10x ആണ്. അതുപോലെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ പവറും 10x എന്ന് എടുക്കുക. ഐ പീസിന്റെ മാഗ്നിഫിക്കേഷൻ പവർ 10x, ഒബ്ജക്റ്റീവ് ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ പവർ 10x. So the magnification power of the microscope is 10 into 10, അതായത് 100 times. അതായത് 10x മാഗ്നിഫിക്കേഷൻ പവർ, ഐ പീസിന്റെ മാഗ്നിഫിക്കേഷൻ പവർ 10x ഉം ഒബ്ജക്റ്റീവ് ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ പവറും 10x ആണെങ്കിൽ ആ മൈക്രോസ്കോപ്പ് ആ ഒബ്സർവ്ഡ് മെറ്റീരിയലിനെ 100 ടൈംസ് അതിനെ വലുതാക്കി കാണിക്കുന്നു. ഇപ്പോൾ നോക്കാം, ഒബ്ജക്റ്റീവ് ലെൻസ് ഒബ്സർവ്ഡ് മെറ്റീരിയലിനെ 10 ടൈംസ് വലുതാക്കി അത് ഐ പീസിന്റെ സർഫസിലേക്ക് കൊടുക്കുന്നു. ആ ഇമേജിനെ, ആ ഐ പീസ് വീണ്ടും ആ 10x മാഗ്നിഫൈ ചെയ്ത ഇമേജിനെ വീണ്ടും 10x കൂടെ മാഗ്നിഫൈ ചെയ്യുന്നു. അപ്പൊ അതാണ് മാഗ്നിഫിക്കേഷൻ പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം, മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് എ മൈക്രോസ്കോപ്പ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിഫിക്കേഷൻ പവേഴ്സ് ഓഫ് ഐ പീസ് ആൻഡ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസിന്റെയും ഐ പീസിന്റെയും മാഗ്നിഫിക്കേഷൻ പവറുകളുടെ പ്രോഡക്റ്റ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒരു മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ പവർ അല്ലെങ്കിൽ ആവർത്തന ശേഷി. ഒരു മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത് അതിന്റെ എന്താണ്? ഐ പീസിന്റെയും ഒബ്ജക്റ്റീവ് ലെൻസിന്റെയും മാഗ്നിഫിക്കേഷൻ പവറുകളുടെ ആവർത്തന ശേഷികളുടെ ഗുണനഫലമാണ്. അതാണ് ഒരു മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഐ പീസിന്റെ മാഗ്നിഫിക്കേഷൻ പവർ ആണ് 10x, ഒബ്ജക്റ്റീവ് ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ പവർ 10x, 45x, അങ്ങനെ സംതിങ്. അപ്പോ മാഗ്നിഫിക്കേഷൻ പവേഴ്സ് ഓഫ് എ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഈ രണ്ട് ലെൻസുകളുടെ, ഒബ്ജക്റ്റീവ് ലെൻസിന്റെയും ഐ പീസിന്റെയും മാഗ്നിഫിക്കേഷൻ പവറുകളുടെ പ്രോഡക്റ്റ് ആണ് മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? What is a cell? We have already discussed that the cell is the basic unit of life or living thing. സെൽ എന്ന് പറയുന്നതാണ്, സെൽ അല്ലെങ്കിൽ കോശം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ഓർ ലിവിംഗ് തിങ്സ്. ജീവനുള്ളവയുടെ അല്ലെങ്കിൽ ജീവന്റെ തന്നെ എന്താണ്? അടിസ്ഥാന ഘടകമാണ് സെൽ എന്ന് പറയുന്നത്. ഓരോ ജീവിയുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്നത് സെൽ കൊണ്ടാണ് നമ്മൾ പഠിച്ചു. നോക്കാം, സോ സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ഓർ ലിവിംഗ് തിങ്സ്. ജീവന്റെ അല്ലെങ്കിൽ ജീവനുള്ളവയുടെ അടിസ്ഥാന ഘടകമാണ് സെൽ എന്ന് പറയുന്നത്. Now we can discuss about the cell. സെല്ലിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. Robert Hooke was the first scientist who observed cell with the help of a simple microscope. ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ്. എന്താണ് സിമ്പിൾ മൈക്രോസ്കോപ്പ്? സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്തായിരുന്നു? ഒരു ലെൻസ് മാത്രം ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെയാണ് സിമ്പിൾ മൈക്രോസ്കോപ്പുകൾ എന്ന് പറയുന്നത്. നോക്കാം, ഇത് വളരെ, അതായത് നമ്മുടെ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പുകളൊന്നും അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇല്ലാത്ത, നമ്മുടെ മോഡേൺ ടെക്നോളജി ഒന്നും അഡ്വാൻസ്ഡ് അല്ലാത്ത ആ ഇരുന്ന കാലത്ത് ആ സയന്റിസ്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു സിമ്പിൾ മൈക്രോസ്കോപ്പുകൾ എന്ന് പറയുന്നത്. ആ ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ ആദ്യമായിട്ട് സെല്ലിനെ ഒബ്സർവ് ചെയ്ത സയന്റിസ്റ്റ് ആണ് റോബർട്ട് ഹൂക്ക്. So Robert Hooke was the first scientist who observed cells with the help of a simple microscope. ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ്, ഒരു സാധാരണ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ ആദ്യമായി സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹൂക്ക്. He observed the section of a cork cell. ഇനി എന്താണ് ഈ കോർക്ക് സെൽ എന്ന് വെച്ചാൽ? What do you mean by cork? നമുക്കറിയാം, ഈ മരങ്ങളുടെയൊക്കെ തടി ഉണ്ടല്ലോ, ആ തടിയുടെ പുറം തൊലി അതിനോട് ചേർന്ന് അകത്ത് കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് കോർക്ക് എന്ന് പറയുന്നത്. ഇതൊരു ഡെഡ് സെല്ലാണ്, ജീവനുള്ള സെല്ലല്ല, ഡെഡ് സെല്ലാണ്. ആ കോർക്ക് സെല്ലിന്റെ സെക്ഷൻ എടുത്ത് അതിലൂടെയാണ് അദ്ദേഹം ഈ സെല്ലുകളെ ഒബ്സർവ് ചെയ്തത്. ഈ കോർക്കിന്റെ സെക്ഷൻ എടുത്ത് ഒബ്സർവ് ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹം ആ കോർക്കിന്റെ സെക്ഷനിൽ ടൈനി ചേമ്പേഴ്സിനെ കണ്ടു. ടൈനി ചേമ്പേഴ്സ്. എന്താണ് ഈ ടൈനി ചേമ്പേഴ്സ്? ചെറിയ അറകള്. ആ ചെറിയ അറകളെയാണ് അദ്ദേഹം സെല്ലെന്ന് വെച്ചത്. നോക്കാം, ഒരു കോർക്കിന്റെ സെക്ഷൻ എടുത്ത്
സിമ്പിൾ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് അദ്ദേഹം ധാരാളം ടൈനി ചേമ്പേഴ്സ്, ചെറിയ ചെറിയ അറകളെ കണ്ടു. ആ അറകളെ സെല്ലെന്ന് വിളിച്ചു. നോക്കാം, ഇതാണ് ആ സെല്ലിന്റെ ഒരു ഡിസ്കവറി എന്ന് പറഞ്ഞാൽ സെല്ലിനെ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അതിനെ കണ്ടെത്തുന്നതിനെ കുറിച്ച് ഉള്ള സ്റ്റഡികൾ നടക്കുകയാണ്. നോക്കാം, റോബർട്ട് ഹൂക്ക് വാസ് ദ ഫസ്റ്റ് സയന്റിസ്റ്റ് ഹു ഒബ്സർവ്ഡ് സെൽസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ ആദ്യമായി സെല്ലിനെ അല്ലെങ്കിൽ കോശത്തെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹൂക്ക്. He observed cork cell, the section of a cork cell. Cork cellന്റെ സെക്ഷൻ എടുത്ത് അദ്ദേഹം ഒബ്സർവ് ചെയ്ത് അതിന്റെ ഈ കാർഡ് ടൈനി ചേമ്പേഴ്സ്, അതിനകത്ത് ആ സെക്ഷൻ എടുത്ത് ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ട ടൈനി ചേമ്പേഴ്സിനെ അദ്ദേഹം സെല്ലെന്ന് നെയിം ചെയ്തു. നോക്കാം, റോബർട്ട് ഹൂക്കാണ് ആദ്യമായിട്ട് സെല്ലിനെ ഒബ്സർവ് ചെയ്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ ആദ്യമായി സെല്ലിനെ ഒബ്സർവ് ചെയ്ത സയന്റിസ്റ്റ് ആണ് റോബർട്ട് ഹൂക്ക്. ഒരു കോർക്കിന്റെ സെക്ഷൻ എടുത്ത് അതിലൂടെ അദ്ദേഹം ഒബ്സർവ് ചെയ്ത ടൈനി ചേമ്പേഴ്സിനെ സെൽ എന്ന് വിളിച്ചു. Then the study of cell is called cell biology. കോശങ്ങളെ കുറിച്ചുള്ള പഠനം, അതിനെയാണ് കോശവിജ്ഞാനീയം, സെൽ ബയോളജി എന്ന് പറയുന്നത്. സെല്ലുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അതിനെയാണ് സെൽ ബയോളജി അല്ലെങ്കിൽ കോശവിജ്ഞാനീയം എന്ന് പറയുന്നത്. സെല്ലുകളെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സെൽ ബയോളജി. കോശങ്ങളെ കുറിച്ച് പഠിക്കുന്ന ആ ശാസ്ത്രശാഖയെ കോശവിജ്ഞാനീയം എന്ന് പറയുന്നു. സെൽ ബയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സെൽസ്. സെല്ലുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സെൽ ബയോളജി അല്ലെങ്കിൽ കോശവിജ്ഞാനീയം എന്ന് പറയുന്നത്. നോക്കാം, ഈ റോബർട്ട് ഹൂക്ക് സെല്ലിനെ ഒബ്സർവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി സയന്റിസ്റ്റുകൾ ഈ സെൽ ബയോളജിയിൽ കോശവിജ്ഞാനീയത്തിന് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി. അതിനെ പറ്റിയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കാം, ഫസ്റ്റ് ദ റോബർട്ട് ഹൂക്ക് ഒബ്സർവ് ദ സെൽ. സെല്ലിനെ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്ത് റോബർട്ട് ഹൂക്കാണ്. ദെൻ നോക്കാം, in 1831 1831 റോബർട്ട് ബ്രൗൺ ഫൗണ്ട് ഔട്ട് ദ സെന്റർ ഓഫ് ദ സെൽ. റോബർട്ട് ബ്രൗൺ സെല്ലിന്റെ സെന്റർ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ അതിനെ ഒബ്സർവ് ചെയ്തു. In 1831 Robert Brown discovered the center of the cell and he named it as nucleus. അതിനെ ന്യൂക്ലിയസ് എന്ന് നെയിം ചെയ്തു. നോക്കാം, 1831 റോബർട്ട് ബ്രൗൺ സെല്ലിന്റെ സെന്റർ കണ്ടുപിടിച്ചു. ആ സെന്ററിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുകയും ചെയ്തു. In 1831 Robert Brown discovered the center of the cell and it named as nucleus. 1831 റോബർട്ട് ബ്രൗൺ സെല്ലിന്റെ സെന്റർ കണ്ടുപിടിച്ചു. അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. Then in 1838 M.J. Schleiden found out that plant body is made up of cell. 1838 M.J. Schleiden കണ്ടുപിടിച്ചു എന്താണ് പ്ലാന്റ് ബോഡി. പ്ലാന്റ് ബോഡി എന്ന് വെച്ചാൽ സസ്യങ്ങളുടെ ശരീരം, അതായത് സസ്യ ശരീരം സെല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് 1838 M.J. Schleiden കണ്ടുപിടിച്ചു. നോക്കാം, ഫസ്റ്റ് 1831 റോബർട്ട് ബ്രൗൺ സെല്ലിന്റെ സെന്റർ കണ്ടുപിടിച്ചു. അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. നെക്സ്റ്റ് 1838 M.J. Schleiden എന്താണ് പ്ലാന്റ് ബോഡി, സസ്യ ശരീരം സെല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, കോശങ്ങൾ കൊണ്ടാണ് സസ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തി. Then the next year in 1839 തൊട്ട് അടുത്ത വർഷം തന്നെ 1838 M.J. Schleiden പ്ലാന്റ് ബോഡി സെല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടുപിടിച്ചു. അതിന് തൊട്ടടുത്ത വർഷം അതായത് 1831 Theodore Schwann found out that animal body is also made up of cells. Not only the plant body, also the animal body is also made up of cells. പ്ലാന്റ് ബോഡി മാത്രമല്ല അനിമൽ ബോഡിയും സെല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ആ തൊട്ടടുത്ത വർഷം 1839 തിയോഡോർ ഷ്വാൻ കണ്ടുപിടിച്ചു. നോക്കാം, 1838 M.J. Schleiden
കണ്ടുപിടിച്ചു. പ്ലാൻ ബോഡി സെല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സസ്യ ശരീരം കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടുപിടിച്ചു. അതിന് തൊട്ടടുത്ത വർഷം തന്നെ 1839 തിയോഡോഷാൻ കണ്ടുപിടിച്ചു അനിമൽ ബോഡിയും എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? സെല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. Then in 1858 റുഡോൾഫ് വിർഷോ ഒബ്സർവ്ഡ് ഡിവൈഡിംഗ് സെൽ. റുഡോൾഫ് വിർഷോ എന്താണ് ഡിവൈഡിംഗ് സെൽ? വാട്ട് യു മീൻ ബൈ ഡിവൈഡിംഗ് സെൽസ്? എന്താ ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാല് വിഭജിക്കുക. അതായത് 1 2 ആകുക, 2 4 ആകുക, അങ്ങനെ വിഭജിച്ച് മൾട്ടിപ്ലൈ ചെയ്തു പോകാം. ആ ഡിവൈഡിംഗ് സെല്ലിനെ ഒബ്സർവ് ചെയ്തു. 1858 റുഡോൾഫ് വിർഷോ ഡിവൈഡിംഗ് സെല്ലിനെ ഒബ്സർവ് ചെയ്തു. ആൻഡ് ഗെറ്റ് ആൻ ഇൻഫറൻസ്. ഒരു ഇൻഫറൻസിൽ എത്തിച്ചേർന്നു. എന്താണ് ഇൻഫറൻസ് എന്ന് വെച്ചാല് ന്യൂ സെൽസ് അറൈസ് ഓൺലി ഫ്രം ദ എക്സിസ്റ്റിംഗ് സെൽസ്. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ ഒരു കോശം രൂപപ്പെടുകയുള്ളൂ. അതായത് ഒരു കോശം ഒന്ന് തനിയെ അങ്ങ് ഉണ്ടായി മാറുകയല്ല ചെയ്യുന്നത്. അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന സെല്ല് ഏതാണോ ആ സെല്ലിൽ നിന്ന് മാത്രമേ പുതിയ സെല്ലുകൾ ഫോം ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒരു ഇൻഫറൻസ്, ഒരു നിഗമനത്തില് റുഡോൾഫ് വിർഷോ എത്തിച്ചേർന്നു. അപ്പോൾ നോക്കാം, 1858 റുഡോൾഫ് വിർഷോ ഒബ്സർവ്ഡ് ഡിവൈഡിംഗ് സെൽസ് ആൻഡ് inferred that new cells arise only from the existing cells. 1888 റുഡോൾഫ് വിർഷോ വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിക്കുകയും അതിൽ നിന്ന് അദ്ദേഹം ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. പുതിയ സെൽസ്, നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അവിടെ നിലനിൽക്കുന്ന, അതായത് ഒരു കോശം മുഴുവനായിട്ട് രൂപപ്പെടുകയോ അല്ലെങ്കിൽ അത് മുഴുവനായിട്ട് നശിച്ചു പോവുകയോ ചെയ്തില്ല. അവിടെ നിലനിൽക്കുന്ന കോശം ഏതാണ്? ആ ഒരു കോശത്തിൽ നിന്ന് 2 എണ്ണം ഉണ്ടാകുന്നു. ഒരു കോശം ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇതൊരു സെല്ല്. ഈ സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലായിട്ട് മാറുന്നു. ആ സെല്ല് വീണ്ടും ഡിവൈഡ് ചെയ്ത് 4 ആയിട്ട് മാറുന്നു. ഇങ്ങനെ ഒരു സെല്ലിൽ നിന്ന് ഡിവൈഡ് ചെയ്താണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ ഒന്ന് പുതുതായിട്ട് രൂപപ്പെടുകയോ അത് മുഴുവനായിട്ട് നശിച്ചു പോവുകയോ ചെയ്യുന്നില്ല. അപ്പൊ നോക്കാം, റുഡോൾഫ് വിർഷോ എന്താണ് കണ്ടെത്തിയത്? അദ്ദേഹം ഡിവൈഡിംഗ് സെല്ലിനെ ഒബ്സർവ് ചെയ്തു, വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം ഒരു ഇൻഫറൻസ്, ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. ന്യൂ സെൽസ് അറൈസ് ഓൺലി ഫ്രം ദി എക്സിസ്റ്റിംഗ് സെൽസ്. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ രൂപപ്പെടുകയുള്ളൂ എന്നൊരു നിഗമനത്തിന് റുഡോൾഫ് വിർഷോ എത്തിച്ചേർന്നു. അപ്പോൾ നോക്കാം, ഇതാണ് പ്രധാനപ്പെട്ട നമ്മുടെ സെൽ ബയോളജിയിലെ പ്രധാനപ്പെട്ട ചില കണ്ടുപിടുത്തങ്ങൾ. ഫസ്റ്റ് എന്താണ്, റോബർട്ട് ഹുക്ക് സെല്ലിനെ ഐഡന്റിഫൈ ചെയ്തു, അല്ലെങ്കിൽ സെല്ലിനെ ഒബ്സർവ് ചെയ്തു. ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ സെല്ലിനെ ഒബ്സർവ് ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കി ഓരോ സയന്റിസ്റ്റ് നടത്തിയ കണ്ടുപിടുത്തങ്ങളായത്. നോക്കാം ഒന്നുകൂടെ. ഫസ്റ്റ് വൺ, in 1831 റോബർട്ട് ബ്രൗൺ ഡിസ്കവേർഡ് ദ സെന്റർ ഓഫ് ദ സെൽ. 1831 റോബർട്ട് ബ്രൗൺ സെല്ലിന്റെ സെന്റർ കണ്ടുപിടിച്ചു. അദ്ദേഹം അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. In 1838 MJ Sheridan found out plant body is made up of cell. സസ്യങ്ങളുടെ ശരീരം സെല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് MJ Sheridan 1838 കണ്ടുപിടിച്ചു. The next year 1839 Theodorshan found out that animal body is also made up of cells. Animal body എന്താണ്, സെല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തി. In 1858 Rudolf Virchow observed dividing cells. Rudolf Virchow dividing cellsനെ ഒബ്സർവ് ചെയ്തു and get an inference. ഒരു ഇൻഫറൻസ് കൊണ്ടുവന്നു. എന്താണ്, ന്യൂ സെൽസ് അറൈസ് ഓൺലി ഫ്രം ദി എക്സിസ്റ്റിംഗ് സെൽസ്. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ സെല്ലുകൾ രൂപപ്പെടുന്നുള്ളൂ എന്നുള്ളൊരു നിഗമനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പറഞ്ഞു കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ ബയോളജിയുടെ ഹിസ്റ്ററിയിൽ വേറെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടന്നു. റോബർട്ട് ഹൂക്ക് ഫസ്റ്റ് സെല്ല് ഒബ്സർവ് ചെയ്തു. അതിനുശേഷം അതിന്റെ ആ സെൽ ബയോളജിയുടെ ഹിസ്റ്ററിയിൽ ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നടന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെൽ തിയറി, കോശ സിദ്ധാന്തം. ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഒരു സിദ്ധാന്തം രൂപീകരിച്ചു. അതിനെയാണ് സെൽ തിയറി എന്ന് പറയുന്നത്, കോശ സിദ്ധാന്തം. നോക്കാം. സെൽ തിയറി വാസ് ഫോർമുലേറ്റഡ് ബൈ MJ Sheridan and Theodore Shan. MJ Sheridanും തിയോഡോർ ഷാനും ചേർന്നാണ് സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തം രൂപപ്പെടുത്തിയത്. എങ്ങനെയാണ്? സെൽ തിയറി വാസ് ഫോർമുലേറ്റഡ് ബൈ MJ Sheridan and Theodore Shan, summarizing the findings of various scientists.
മറ്റ് ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളുടെ സാരാംശങ്ങളെല്ലാം കൂടെ ഉൾച്ചേർത്തുകൊണ്ട് MJ ഷ്രീഡനും തിയോഡോർ ഷാനും ചേർന്ന് രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് സെൽ തിയറി. Cell theory was formulated by MJ Sheridan and Theodore Shan, summarizing the findings of various scientists. വിവിധ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളുടെ സാരാംശങ്ങളെല്ലാം ഉൾച്ചേർത്തുകൊണ്ട് MJ ഷ്രീഡനും തിയോഡോർ ഷാനും ചേർന്ന് രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, സെൽ തിയറി വാസ് ഫോർമുലേറ്റഡ് ബൈ MJ Sheridan and Theodore Shan. MJ ഷ്രീഡനും തിയോഡോർ ഷാനും ചേർന്ന് രൂപപ്പെടുത്തി. Summarizing the findings of various scientists. വിവിധ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളുടെ ആ സമ്മറി എല്ലാം കൂടെ ചേർത്തുകൊണ്ട് MJ ഷ്രീഡനും തിയോഡോർ ഷാനും ചേർന്ന് രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തം എന്ന് പറയുന്നത്. This cell theory put forward two main concepts. രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഈ സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത്. ഫസ്റ്റ് വൺ, ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? സെല്ല് കൊണ്ട് അല്ലെങ്കിൽ കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. സെൽ തിയറിയുടെ ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ് ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. എല്ലാ ജീവികളുടെയും ശരീരം എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? സെല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ദ സെക്കൻഡ് പോയിന്റ്, സെൽ ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ഓർഗാനിസം. സെൽ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ജീവികളുടെയും സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്. സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള യൂണിറ്റ് ആണ് സെൽ എന്ന് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളുടെയും ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകമാണ് കോശം. നോക്കാം, സെൽ തിയറി എന്ന് പറയുന്നത് സെൽ തിയറി വാസ് ഫോർമുലേറ്റഡ് ബൈ MJ Sheridan and Theodore Shan, summarizing the findings of various scientists. വിവിധ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുകളുടെ സാരാംശങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് MJ ഷ്രീഡനും തിയോഡോർ ഷാനും ചേർന്ന് രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി എന്ന് പറയുന്നത്. ദി സെൽ തിയറി പുട്ട് ഫോർവേഡ് ടു മെയിൻ കോൺസെപ്റ്റ്സ്. അത് മുന്നോട്ട് വയ്ക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ദ കോൺസെപ്റ്റ്സ് ആർ ഫസ്റ്റ് വൺ, ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസംസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ. എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. സെക്കൻഡ് വൺ, സെൽ ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ഓർഗാനിസംസ്. എല്ലാ ജീവജാലങ്ങളുടെയും ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ. നമുക്ക് ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യും ഇന്ന് പഠിപ്പിച്ച പോർഷൻസ്. നമ്മൾ ആദ്യം എന്താണ് മാഗ്നിഫിക്കേഷൻ പവർ, മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്താണെന്ന് പറഞ്ഞു. എന്തായിരുന്നു മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്? അതിന്റെ ഐപീസിന്റെയും ഒബ്ജക്റ്റീവ് ലെൻസിന്റെയും മാഗ്നിഫിക്കേഷൻ പവറുകളുടെ മൾട്ടിപ്ലിക്കേഷൻ, അതിന്റെ ഗുണനഫലമാണ് ഒരു മൈക്രോസ്കോപ്പിന്റെ എന്താണെന്ന് പറയുന്നത്? ആവർത്തന ശേഷി അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മള് സെല്ലിന്റെ ഡിസ്കവറിയെ കുറിച്ചായിരുന്നു പഠിച്ചത്. ഫസ്റ്റ് സെല്ലിനെ ഒബ്സർവ് ചെയ്ത് ആരായിരുന്നു? റോബർട്ട് ഹോക്ക്. ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ കോർക്ക് സെല്ലിനെ അദ്ദേഹം കോർക്കിന്റെ സെക്ഷൻ ഒബ്സർവ് ചെയ്തു. അതിൽ കണ്ട ടൈനി ചേംബേഴ്സിനെ സെല്ലെന്ന് നെയിം ചെയ്തു. പിന്നീട് ആ സെല്ലിന്റെ ഹിസ്റ്ററിയിൽ, സെൽസ് ബയോളജിയുടെ ഹിസ്റ്ററി, സെല്ലിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സെൽ ബയോളജി. ആ സെൽ ബയോളജിയുടെ ഹിസ്റ്ററിയിൽ നടന്ന മറ്റു കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയായിരുന്നു? ആദ്യം റോബർട്ട് ബ്രൗൺ സെല്ലിന്റെ സെന്റർ കണ്ടുപിടിച്ചു, അതിനെ ന്യൂക്ലിയസ് എന്ന് നെയിം ചെയ്തു. നെക്സ്റ്റ് MJ ഷ്രീഡൻ പ്ലാന്റ് ബോഡി എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? സെല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തി. അതിനുശേഷം MJ ഷ്രീഡൻ എന്താണ് തിയോഡോർ ഷാൻ കണ്ടുപിടിച്ചത് അനിമൽ ബോഡി ഈസ് ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് സെൽ. അനിമൽ ബോഡിയും സെല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന് കണ്ടുപിടിച്ചു. ലാസ്റ്റ് വൺ തിയോഡോർ ഷാൻ ഡിവൈഡിംഗ് സെല്ലിനെ ഒബ്സർവ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഒരു ഇൻഫറൻസിൽ എത്തിച്ചേർന്നു. എന്താണ്? ന്യൂ സെൽസ് എറൈസ് ഓൺലി ഫ്രം ദി എക്സിസ്റ്റിംഗ് സെൽസ്. എക്സിസ്റ്റിംഗ് സെൽസിൽ അതായത് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നുള്ളൂ എന്ന് കണ്ടുപിടിച്ചു. പിന്നീട് ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് MJ ഷ്രീഡനും തിയോഡോർ ഷാനും ചേർന്ന് രൂപപ്പെടുത്തിയ സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തം. അതിൽ രണ്ട് കോൺസെപ്റ്റ്സ് പറയുന്നു. ബോഡി ഓഫ് ഓൾ ഓർഗാനിസം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. സെല്ല് എന്താണ്? എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം സെല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അതുപോലെ സെല്ലാണ്, കോശങ്ങളാണ് എല്ലാ ജീവങ്ങളുടെയും ഘടനാപരവും ജീവധർമ്മപരമായിട്ടുള്ള അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.